ഹേ ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഉറങ്ങി എണീറ്റു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തമ്മിലെല്ലാവരും കണ്ടപോലെ ഒരു സ്കൂളും മദ്രസും ഉള്ള ദിവസത്തെ ഡേ മൈ ലൈഫാണ്. അപ്പോൾ എണീച്ചിന് എനിക്ക് ഇത് കണ്ണ് ചോന്ന്. പിന്നെ പല്ല് തേച്ചിട്ട് എനിക്ക് കുളിക്കണം. അപ്പം ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാം. ഇപ്പം എൻ്റെ കണ്ണ് എന്തോ പോലെ ഉണ്ട്. അപ്പോൾ വേഗം പോയി പല്ല് വെച്ചിട്ട് കുളിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഞാൻ മാറ്റി കുളിച്ച് വന്ന് ഞാൻ സ്കൂളിലൊക്കെ ഉള്ള പാൻറ്റും പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പാടുമല്ലോ അത് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിഫോം ഒന്നും ഇടണ്ട. ഓൾസെറ്റിൻ്റെ നമുക്ക് പോയിട്ട് ചായ കുടിക്കാം. നമുക്കിനി ചായ കുടിച്ചിട്ട് വരാം. പിന്നെ എനിക്ക് ചിലപ്പോൾ യൂണിഫോം കിട്ടും. എനിക്ക് കഴിഞ്ഞ കൊല്ലത്തൊക്കെ യൂണിഫോമാണ് എപ്പോഴും. അപ്പം പുതിയ യൂണിഫോം എന്തോ ആണെങ്കിൽ സൈഡിലൊക്കെ കട്ടൊക്കെ ഉണ്ട്. എന്തോ ഒരു ക്ലോത്തും ഇഷ്ടമല്ല. സാരമില്ല. എനിക്കിപ്പം ഫുഡ് കഴിക്കാം. പ്ലീസാണ് നമ്മുടെ ഫുഡ് വന്നു. ഇഡ്ഡലി ആൻഡ് ചട്നി. ചായ ഓൺ ദ വേ. നമുക്ക് തിന്നാം. എന്നിട്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേങ്ങളോട് പറയാം പിന്നെ നളിച്ചെന്ന് പെൺമുടി കിട്ടിയൊന്ന് മറന്നു പോയി. പെൺമുടി മടങ്ങിട്ടു. അപ്പം ഞാൻ ഇത് തുറന്നിട്ട് ഞാനിങ്ങനെ പൂട്ടി വെച്ചാൽ ഇങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ ലൈറ്റ് വരും. അതുകൊണ്ട് ഇങ്ങനെ കാണുന്ന ലൈറ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ തുറന്നിടുമ്പോൾ ഫ്ലഷ് അടിക്കില്ല. നമുക്ക് പിന്നെ ഗെറ്റ് റെഡി ചെയ്യാൻ ഞാൻ യൂണിഫോം ഇട്ട് തരാം. ടീച്ചർ യൂണിഫോം ഇട്ട് സമയം പോയി. എനിക്ക് 9:10 ബസ്. ഇപ്പോൾ 50 9:10 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 9:05 ആകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ ഒരു 55 ആകുമ്പോൾ പോകണം. ഞാൻ സ്പീഡ് പിടിപ്പോണ്ടല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ അത്ര സൗണ്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് യൂണിഫോം ഇടാൻ പറ്റ സ്പീഡ്. ഞാൻ ഇപ്പോൾ പാൻറ്റൊക്കെ ആദ്യം ഇട്ടതുകൊണ്ട് സ്കേർട്ടും കോട്ടും മാത്രം ഇട്ടാൽ മതി. ഈ വീഡിയോയിൽ ചിലപ്പോൾ വലുതായിട്ടൊരു ഒന്നും ഉണ്ടാവില്ല. ലൈറ്റ് പിന്നെ അവിടെ വന്നു. വലുതായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഞാൻ രാവിലെ പോകണതും പിന്നെ വൈകുന്നേരം വന്നാൽ മദ്രസ കിട്ടിയായിരുന്നു. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഉള്ള കുറേ നേരം ഉണ്ടാവും. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പ്രതീക്ഷിക്കേണ്ട. നമുക്ക് റിപ്പോർട്ട് കിട്ടു. ഇനി നമുക്ക് റെഡി ആവാം. ഫസ്റ്റ് അതിൻ്റെ ഡവിൻ്റെ ബോഡി ലവ് ബ്യൂട്ടി ക്രീം ഫോർ ഫേസ് ആൻഡ് ബോഡി. ഡവിൻ്റെ ഈ ഒരു ക്രീം തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മെല്ല് കിട്ടുന്നു. തിന്നാൻ മതി. ഞങ്ങൾക്ക് എന്നിട്ട് വീഡിയോ അത്യാവശ്യം ലെങ്സിൻ്റെ കേട്ടാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കോട്ട് ഇടാം. നമുക്ക് മിറർ ഉണ്ട് കേട്ടോ. ഞാൻ പൗഡർ ഇതിലില്ലാത്തതുകൊണ്ട് കുറച്ച് കുപ്പി നിർത്തും.
മേക്കപ്പ് ഒക്കെ ചെയ്യും. നമുക്ക് ഷോൾ ഇടാം. അതിന് മുന്നേ പിന്നെ എൻ്റെ പിന്നിൻ്റെ ഇതുണ്ട്, ഉണ്ട്. പിന്നൊക്കെ തുറക്കട്ടെ. ഇങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ കുത്തണം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ പോയി വൃത്തിയോടാം. അങ്ങനെ നോക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ടാണ് ഇങ്ങനെ. പിന്നെ ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്യണം. നല്ല ഇങ്ങനെ പോവില്ല. അല്ല ഇപ്പോൾ അങ്ങനെ നമുക്ക് നോർമൽ പിന്നിട്ടണോള് ഇവിടെ ഇങ്ങനെ പിന്നിട്ടാം. പിന്നെ കുറച്ച് ടൈറ്റ് പിറകി. ഇനി നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഇട്ടെടുക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റാണ്. അങ്ങനെ ഒരു സ്റ്റോണൊക്കെ വരുന്ന ഒരു സിമ്പിൾ ഒരു ബ്രേസ്ലെറ്റ്. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്താണ്. ഇതൊരു മാലയായിരുന്നു. അതിനെ കട്ട് ചെയ്ത് അന്നപ്പോൾ അവിടെ ഇങ്ങനെ കട്ടായി. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് ഇത് ഏതോ ഒരു മാലേൻ്റെ ലോക്കറ്റൊക്കെ എടുത്തിട്ടാണ്. അതിൽ അടിപൊളി ബ്രേസ്ലെറ്റായി. പക്ഷെ അതങ്ങനെ പിരിയണമൊന്നുമില്ല. അങ്ങനെയാണ്. അങ്ങനെ എന്താണ് കയ്യിൽ നിൽക്കടോ. ഇതാണ് വിട്ടില്ല. ഓക്കെ മനസ്സിലാവണമെന്നില്ലല്ലോ. ഞാൻ ഇന്നാണ് ഞാൻ ഇട്ടിട്ടുണ്ടാവും മോനെ. അങ്ങനെ തിരിയണം. അത് നേരത്തെ കാണുമ്പോൾ കത്തല വീഡിയോ കണ്ടെന്ത് പോയില്ല കേട്ടോ. ഞാൻ റെഡിയായി. എനിക്ക് പോയിട്ട് അപ്പോഴെടുത്തിട്ടൊന്നും ചെയ്തോ. ശരി. എൻ്റെ ബാഗിലുണ്ട്. നമുക്കത് അവിടെ വെച്ചിട്ടുണ്ട്. ചുണ്ടുണ്ട് ഓറഞ്ച് കളർ. 56. സമയം പോയി. അപ്പം ഞാൻ സ്കൂളിൽ പോവാണ്. ഇനി ഞാൻ സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് കാണാം. ഗൈസ്, ഞാൻ സ്കൂൾ വിട്ട് വന്നു. എൻ്റെ കഴുത്തോട് ഉള്ളിലേക്ക് പോയി. എൻ്റെ ക്യാമറ ഇങ്ങനെ എൻ്റെ കഴുത്തോട് ഉള്ളിലേക്ക് പോയി സുഖമായി. പക്ഷെ എങ്ങനെ നോക്കാണ്ട്. പക്ഷെ വേദന ആണ്. ഞാൻ ഇപ്പോൾ യൂണിഫോം ഒന്ന് മാറ്റി. ഞാൻ റംബുട്ടാനുണ്ട്. നല്ല കാമ്പുണ്ട്. എന്താ കഴിച്ചോ? നല്ല രസമുണ്ട്. എന്തോ ഇത്ര കട്ടി കാമ്പിന്. ഞാൻ വരുമ്പോൾ 5:10 നമുക്ക് മേക്കായി ഫുഡ് കഴിച്ച് മദ്രസ പോകണം. ഞാൻ മുന്നസ്താനെ വിളിച്ചത് ബുക്ക് ചോദിക്കണം. അല്ലേ വേണ്ടല്ലേ, 3 ബുക്കായിട്ട് കൊണ്ടുപോവാം. ഞങ്ങൾ സീറ്റ് മാറ്റും.
ഇന്ന സീറ്റ് മാറ്റി സ്കൂൾ കിട്ടോ. ഒരു കുട്ടി സംസാരിച്ച് ഓളെ പേര് കിട്ടിയേ. അപ്പോൾ ഓളെൻ്റെ ഭാഗത്തേക്ക് ആക്കി, ഞാൻ ഓളെ ഭാഗത്ത്. ഞാനന്ന് വന്നിട്ടൂടി എൻ്റെ പേരൊന്നുമില്ല. ഓളെ സംസാരിച്ചു, ഓളെൻ്റെ ഭാഗത്താക്കി, പിന്നെ ഓളെ ഭാഗത്താക്കി. പക്ഷെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഇട്ടാം, അതല്ല. നാളേക്ക് പഴയ സൈഡ് തന്നെ എനിക്ക് ഇഷ്ടം. ഞാൻ ഇത് തിന്നുന്ന മാത്രം ഞാൻ വീഡിയോ ലെങ്ത്ത് കിട്ടില്ല. എനിക്ക് യൂണിഫോം കിട്ടി, ഞാൻ പറഞ്ഞില്ലല്ലോ ചിലപ്പോൾ കിട്ടുന്നത്. എന്നാലും നീ മേക്കാക്കിയിട്ട് കാണാം. ഗൈസ് തന്നെ ഇപ്പോൾ യൂണിഫോമിലാണുള്ളത്. നമുക്കൊരു ചെറിയൊരു ട്രാൻസിഷൻ കണ്ടാലോ? ഗൈസ് ഞാൻ റെഡിയായി. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ ഡീലിടാറുണ്ടത് നമ്മൾ സെറ്റായി. ട്രാൻസിഷൻ മൂഞ്ചിന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വന്നപ്പോൾ നെയിലും കാട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിണ്ടാവും. എന്തായാലും വിശക്കുണ്ട്, നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പം നമുക്ക് ചോറും പിന്നെ എന്തൊക്കെ കറികളും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കേൾക്കാമോ? എന്താ ചോറ്, മീൻകറി, മുട്ട പൊരിച്ച്, എന്തേനു ഇത് ഇണറ് മീൻ മുട്ട പൊരിച്ച്, ഇത് ചപ്പ്, മുരിങ്ങയില. ഗായ്സ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കിടന്ന് എന്നിട്ട് നമുക്കിനി മദ്രസ പോകാൻ മാറ്റുന്നു. റെസ്റ്റ് എടുക്കാൻ സമയം കഴിച്ചൊരു 5 മിനിറ്റ് ഫോൺ കണ്ടുകൊണ്ടിരുന്നു മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ടൈം 5:50. ഇപ്പോൾ 6:10 പോയാൽ മതി. അപ്പോൾ ചൈന ഇടാനൊക്കെ ഉള്ളതുകൊണ്ട് കുറേ സമയം എടുക്കും. ഞങ്ങൾക്ക് ബ്ലാക്കാണ്, പർദ്ദ ബ്ലാക്ക്, ഷോള് ബ്ലാക്ക്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്രൗൺ ജേഴ്സി ഷോൾ ഇട്ടാലും വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ബ്ലാക്കിൻ്റെ അത്ര സാറ്റിസ്ഫാക്ഷൻ വരില്ല അത് ഇട്ടാലും. ഇതാണ് പ്രശ്നം. മുറിയുണ്ട് കഴിച്ചോടായിട്ട് വേദന ആവണം. തല വിളിക്കൊക്കെ പോയിട്ട് ക്ലാസ്സിൽ നിന്ന് പൗച്ച് നിലത്ത് വീണപ്പോൾ നിലം പൗച്ചുമ്മൽ വീണ് പറയാം. പൗച്ച് നിലത്ത് വീണപ്പം ഞാനിങ്ങനെ ഡെസ്കുമ്മ കയറി നിന്നിട്ട് താഴോട്ട് കുഞ്ഞതെടുത്ത. എങ്ങനെ എടുക്കുമ്പോഴൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി എടുത്ത് കഴിഞ്ഞ് ഞാൻ ബാഗിലെടുത്ത് വെച്ച് ഞാൻ അപ്പുറത്തെ ഭാഗത്തോട്ട് പോവാൻ പെട്ടെന്ന് കഴുത്തോട്ട് ഇങ്ങനെ വേദന. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അറ്റാച്ച്. അപ്പോൾ പിന്നെ ശുഭം. പിന്നെ പുരയിലെത്തി ഒന്ന് ഷോപ്പിൽ കുത്തിരിക്കുമ്പോഴത്തേക്ക് ഓക്കെ. ഇനി നമുക്ക് ഗെറ്റ് റെഡി ചെയ്യാം. അതിന് മുന്നേ മുടി ഒന്ന് കെട്ടണം, അല്ല പിന്നെ മറന്നോളൂ. ഈ മറിഞ്ഞിട്ട് പിടിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്നിട്ട് ഒരു മുടി പിടിച്ചെടുക്കുക. ഓക്കെ സെറ്റ്. അപ്പം അങ്ങനെ കുറച്ച് എല്ലായിടത്തും വീടുകൊണ്ടിരിക്കും, ഇടയ്ക്കൊക്കെ വീണോ. നമുക്ക് ഞാൻ രാവിലെ കൺസീലിങ്ങനെ എടുക്കുകയും തവിൻ്റെ അത് കുറച്ച് തേക്കാം. കഴിക്കാൻ നമ്മൾ ക്രീം തേച്ചു. ഇത് ജസ്റ്റ് മുഖം ഒന്ന് മോയ്സ്ചറൈസ് ആവാം. നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നപ്പോൾ അങ്ങനെ ടാനൊക്കെ അടിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് കുറച്ച് പൗഡർ ഇടാം. ഓക്കെ, നമുക്ക് ഞാൻ ഐലൈനർ ഇട്ടിട്ട് വരാം. ഞാനിങ്ങനെ ഐലൈനർ ഇടാൻ വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഇടാൻ എനിക്ക് ആവില്ല, ഇഷ്ടമല്ല, എനിക്ക് റെഡി ആവില്ല. ഞാൻ ഇങ്ങനെ ഈ സാധനം എടുക്കും. എന്നിട്ട് ഇതൊരു പെൻസിൽ, അതിൽ കളറില്ല കാണിച്ചാൽ. അത് നമ്മളൊരു പെൻസിലോണ്ട് അപ്പം അതിലാക്കിയിട്ടുള്ള കളറാണ്. ഒരു പെൻസിലോണ്ട് ഇത് എത്ര ഉണ്ടാവും ആ കളറേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ചു എന്നിട്ടിടും. ഇതിനോട് ഇടാൻ നല്ല സുഖം. ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ ചെയ്യൽ. ഞാൻ ഐലൈനർ ഇടാറില്ല, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ അത് ഇപ്പം ഞാൻ ഇടലുണ്ട്. അപ്പം എനിക്കിങ്ങനെ ഇടാനാവില്ല, വീഡിയോ ഭയങ്കര ലെങ്ങ ഇപ്പം കുറച്ച്. അപ്പം നമുക്ക് ഇനി എന്തായാലും ഞാൻ ഐലൈനർ ഇട്ടിട്ട് ഇടാം. ഐലൈനർ ഇട്ടു, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ മുടിയൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്
ശരിക്കും സെറം ഹെയർ സെറമാണ് തേക്കേണ്ടത്. അതിവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാട്ടും കൂടുതൽ ഈ ഒരു ക്രീം നമ്മളിങ്ങനെ തലയിൽ കുറച്ച് തേക്കുമ്പോഴത്തേനും കുറച്ചിങ്ങനെ എനിക്കിങ്ങനെ ഒട്ടി വെക്കണ പോലെ ഫീൽ ചെയ്യും. ഇങ്ങനെ ഷോക്ക് എടുക്കുമ്പോൾ കുറച്ചൊരു ഇങ്ങനെ കാണുന്നുണ്ട്. തുറന്നിട്ടില്ല. ഞാൻ തന്നെയുള്ള കൂട്ടി ഞാൻ ഉമ്മനെ കൊണ്ട് തുറത്ത് വെച്ചിട്ട് വരാം. ഗൈസ് അതിന് തുറന്ന് കിട്ടി. കുറച്ച് ഇട്ടേക്കുള്ളൂ. കുറച്ച് എനിക്കിങ്ങനെ പൊട്ടി നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. കുറച്ചിട്ടോ അത് അത്ര നല്ലതൊന്നല്ല. മദർസ് പോകുമ്പോൾ മാത്രമേ ഇങ്ങനെ ആക്കുള്ളൂ. അങ്ങനെ കുറച്ച് നല്ല നിൽക്കണ മാതിരി എനിക്ക് തോന്നും. ഇനി നമുക്ക് എന്താണ് ഇനി കഴിയുന്ന പരിപാടി കഴിഞ്ഞു ഷോർട്ടാൻ പറ്റും. ഇതാണ് എൻ്റെ ബ്ലാക്ക് ജീൻസ് ഷോൾ. റെഡിയായി. പക്ഷേ ആടെ എത്തുമ്പം കുറച്ചുകൂടി നല്ലോണമൊക്കെ ഉണ്ട് കേട്ടോ. ഷോൾ ഇപ്പോൾ ഇവിടെ നട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് ഇത്. ഇത്ര കോമഡിയല്ലേ കാണണം. ഫിഷല്ല എല്ലാവരും ഇതിനെക്കാട്ട് കൊണ്ടുകൊണ്ട് കാണാൻ. പിന്നെ നമുക്ക് എന്തായാലും അതിന് നമുക്ക് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വാള, എൻ്റെ പെരുന്നാളിൻ്റെ ഈ ഒരു വാളയും ഇത് എവറി ടൈം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇത് അത്രയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോതിരാണിത്. എൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. ഭയങ്കര ഫേവറേറ്റ് ആണ്. മദർസൊക്കെ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ എപ്പോഴും ഇതായിട്ട് പെരുന്നാളിനാണ് മോതിരം വാങ്ങി. എത്ര മോതിരം വാങ്ങിയിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഇത് കിട്ടില്ല. ഇതെനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെയ്തു. നമുക്ക് ബുക്കെടുത്തേക്കാണ്ട് 6:05 ആയി. ബുക്കെടുത്ത് ചെന്നപ്പോൾ നമുക്കിനി സെറ്റാവുള്ളൂ. ഇത് ഫുള്ളൊക്കെ ഞാൻ കണ്ടുതരാം. ഫുള്ളുക്ക് ഇതാ ഗൈസിൻ്റെ ഫുൾ ലുക്ക്. ഞാൻ ഈ മക്കേറിന്ന് മറ്റേ അത് കൂടി കാണിച്ചു. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ബ്ലാക്ക് 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 ബ്ലാക്ക്. ഇപ്പം വെളുത്ത ഞാൻ ബുക്ക് എടുത്തേക്കട്ടെ. എന്നിട്ട് ഞാൻ മദ്രസ ഇപ്പോൾ ബുക്ക് എടുത്തേക്കണമെന്ന് കാണിക്കണ്ടല്ലോ, സമയം പോയി. ഞാൻ എന്തായാലും മദ്രസ വിട്ട് വന്നിട്ട് കാണാം. ബൈ ബൈ ഗായ്സ്. ഞാൻ മദ്രസ വിട്ട് വന്നു. ഞാൻ ബാൻഡേജ് വാങ്ങി. അതിൽ നിന്നിട്ട് ഒട്ടിച്ചൊരു മുറി ഉണ്ട് ഇവിടെ ഒട്ടിച്ച് അപ്പോൾ സെറ്റ് ചെയ്ത് നമ്മൾ ഞാൻ അതുപോലെ അയച്ചിട്ടില്ല. ഷോൾ ഈ വാളയൊക്കെ ഒന്ന് അയച്ചു വെച്ചിട്ടുള്ളൂ. ചാവണില്ല. പക്ഷേ ഗൈനറൊക്കെ ഒന്ന് പോക്കണമെന്നുണ്ട്. കൗത്ത് ഒളിക്കില്ലേ, ഞാൻ പറഞ്ഞില്ലേ മാറിന്ന്. പക്ഷെ പിന്നെ സ്കൂളിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഒക്കെ സുജൂറ് പോകുമ്പോൾ അങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്തോ ഇപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ നല്ല വേദനയായിട്ട് ഇപ്പോഴും കുറച്ചുണ്ട്. ഇതെല്ലാം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഏകദേശമൊക്കെ അവസാനിക്കാൻ പോവാണ്. അപ്പം ഇനി പ്രത്യേകിച്ച് എനിക്ക് പരിപാടിയൊന്നുമില്ല. ഞാൻ ചോറ് തിന്നുക, ഇഡ്ഡലി അത് തിന്നുക, പിന്നെ കിടക്കുക, ഇപ്പോൾ വരുന്നവർ ഫോൺ കളിക്കുക, എന്നിട്ട് പിന്നെ ഫോൺ കളിക്കുക, കിടന്നു പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇഡ്ഡലി തിന്നട്ടെ. ഈ നമ്മളെ ഈ ഒരു വ്ളോഗ് നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ഒരു ഇതും എന്താ പറയുക, എല്ലാ ക്ലിപ്സും ഒരു 2-3 മിനിറ്റ് ഉണ്ട്. അങ്ങനെ തന്നെ 10-12 എണ്ണം ഉണ്ടാവും. മൊത്തം ഒരു 20 സംതിങ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഞാൻ മാക്സിമം സ്പീഡാക്കി എനിക്കൊന്നും മനസ്സിലാവില്ല. മാക്സിമം എന്തെങ്കിലുമൊക്കെ കുറേ കട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ സ്പീഡ് വരയ്ക്കും. ഞാൻ പറഞ്ഞും കൂടി ലെങ്ത്ത് കൂട്ടില്ല. അപ്പോൾ എന്തായാലും പോയി ഫുഡ് കേൾക്കാം. ഞാൻ എടുത്ത് കാണിച്ചു. എന്താ ഇഡ്ഡലി മീൻകറി എന്താ ആണ് നമ്മുടെ ഫുഡ്. കഴിച്ചപ്പോൾ ഫുഡ് കഴിച്ചു. നമുക്ക് നാളെ സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂളൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഹോംവർക്ക് ചെയ്യുക അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇനിയും രാവിലെ ഇനി പിന്നെ ലാസ്റ്റ് ഒരു കിടക്കാൻ പോകാനാവില്ല. അന്ന് പിന്നെ രാവിലെ പോകാൻ ഉറങ്ങാൻ കഴിയുക. കുറേ ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്. വായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വായിക്കാനുണ്ട്. പക്ഷെ നാളെ വെച്ചാൽ മതി. നാളെ ഫുള്ളുണ്ടല്ലോ, കുഴപ്പമില്ല. നമ്പർ ചാർട്ട്
അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്, ഭയങ്കര ലെങ്ത് ആയിപ്പോൾ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അവസാനം മറക്കരുത്. അപ്പം ഇനി ഇതൊരു വീഡിയോ അല്ല, ഒരു വൈബാണ്. അപ്പം